ഈ കർക്കിടക മാസത്തിൽ കർക്കിടകക്കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കാരണം നല്ലൊരു വേനൽക്കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ മഴക്കാലത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരം വളരെ വീക്കാണ് ഈ കർക്കിടക മാസത്തിൽ. അതുകൊണ്ടാണ് കർക്കിടകക്കഞ്ഞി കർക്കിടക മാസത്തിൽ കഴിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്തൊരു കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി. അതിനായിട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് 1/4 കപ്പ് ഞവരരിയാണ്. ഞവരരി ഇല്ലെങ്കിൽ തവിടുള്ള അരിയാണെങ്കിലും മതി 1/4 കപ്പ്. പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1/4 കപ്പ് മുതിരയാണ്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് റാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റാഗിക്ക് പകരം ഏറ്റവും നല്ലത് റാഗി പൊടിയാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ റാഗിപ്പൊടി ഇല്ലാത്ത കാരണമാണ് ഞാൻ റാഗി ചേർത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചെറുപയറിൻ്റെ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുപയറിൻ്റെ പരിപ്പില്ല എങ്കിൽ ചെറുപയർ ഇട്ട് കൊടുത്താലും മതി. പിന്നീട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഉലുവായാണ്. ഉലുവായ്ക്ക് ചെറിയൊരു കയ്പൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉലുവ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നീട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ്. 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആ വീഡിയോ വന്നിട്ടില്ല, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. പിന്നെ വേറൊരു പ്ലേറ്റിൽ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണോളം കരിഞ്ജീരകം, 1 ടീസ്പൂണോളം കറുത്ത എള്ള്, 1 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ 1 ടീസ്പൂണോളം അയമോദകം. ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. ആദ്യമേ നമുക്ക് ആ വലിയ പ്ലേറ്റിലുള്ള എല്ലാം കൂടി ഒന്ന് 4 മണിക്കൂർ കൊതുത്ത് എടുക്കണം. നന്നായിട്ട് കഴുകി ഞാൻ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടും വേവിച്ചെടുക്കണം. അത് ഞാൻ കുക്കറിലേക്ക് മുഴുവനും ഇട്ട് കൊടുത്തു. നമ്മൾക്ക് പലരും പലതരത്തിലാണല്ലോ ഔഷധക്കഞ്ഞി വയ്ക്കുന്നത്. ചിലവർ ഈ നമ്മളുടെ പച്ചമരുന്നുകളൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ കൂടി ഒഴിക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഒഴിക്കാൻ പറ്റില്ല. വെച്ചാൽ പച്ചമരുന്ന് ശരിക്കും എനിക്ക് അറിയത്തില്ല ഏതൊക്കെയാണ് നോക്കിയെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിട്ടിട്ടില്ല. ഇതൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇനി ചെറിയ പ്ലേറ്റിലിരിക്കുന്ന കരിഞ്ജീരകവും അതുപോലെ അയമോദകവും ചെറിയ ജീരകവും കറുത്ത എള്ളും കൂടി നമുക്കൊന്ന് കഴുകിയെടുക്കണം. മറ്റേത് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിരുന്നതാണ്. ഇത് നമ്മൾ കഴുകിയില്ല, ഇതിനകത്ത് അഴുക്കുണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ കഴുകി ഒരു അരിപ്പയിൽ അരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ഇട്ടു. അതിനുശേഷം അതിൻ്റെ നേക്കെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ. നമ്മൾക്കൊരു അരപ്പുണ്ടാക്കണം. അതിലേക്ക് അരമുറി തേങ്ങ, ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് പച്ചക്കുരുമുളക്, അതുപോലെ തന്നെ ഒരു 2 തണ്ട് വേപ്പില, പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു 8 ചുമന്നുള്ളി, വലിയ ചുമന്നുള്ളിയായിരുന്നു, അതും കൂടി അരിഞ്ഞ് ചേർത്തു. ഇനി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്ക് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ. പച്ചക്കുരുമുളകൊക്കെ ഇട്ടത് കാരണം പച്ച നിറം വരുന്നത്. പച്ചക്കുരുമുളക് ഒത്തിരി നല്ലതാണല്ലോ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചേർക്കുന്നതിന്. പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ പച്ചക്കുരുമുളക് ചേർത്താൽ മതി, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. ഇപ്പം നമ്മളുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം, കണ്ടോ. നമ്മളുടെ അരി നമ്മൾ ചേർത്തതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇട്ടതല്ലേ, അതുകൊണ്ട് തന്നെ ഞവരരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടു. ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മൾക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ അരപ്പ് നന്നായിട്ട് ഒന്ന് ആ മിക്സിയിലുള്ള ജാറിലുള്ള അരപ്പൊക്കെ പോരാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചീറ്റിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഈ നമ്മളുടെ അരപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉണ്ടോ, ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു.
ഇപ്പം നമ്മളുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? ഇതാണ് നമ്മളുടെ കർക്കിടകക്കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി ഞാൻ ഉണ്ടാക്കിയത്. ടേസ്റ്റിന് കുറവൊന്നുമില്ല. നമ്മളെ നെയ്യും അതുപോലെ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത കാരണം നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ ഔഷധക്കഞ്ഞിയൊക്കെ ടേസ്റ്റ് അല്ലല്ലോ നോക്കുന്നത്, നമ്മളതിൻ്റെ ഗുണമല്ലേ നോക്കും. നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി കൂട്ടുവാനുള്ള നല്ല ഒരു ഔഷധക്കഞ്ഞിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ, ബൈ ബൈ.